കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അണയാതെ പ്രതിഷേധം. ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഓഗസ്റ്റ് 24 വരെ നിരോധനാജ്ഞയാണ്. ഇതിനിടെ ഇന്ന് ഡോക്ടർമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കും. സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് ബംഗാളിലേതെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ വിമർശിച്ചു. രാഷ്ട്രീയ വാക്പോരും ശക്തമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധം, നമുക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം എന്ന് പറയുന്നത്. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന വാർത്ത നമ്മൾ കേട്ടപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന നിർഭയേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രതിഷേധം എങ്ങനെ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആശുപത്രിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സുവി അവിടുത്തെ കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് കൃഷ്ണേന്ദു. കൊൽക്കത്തയിലേക്ക് തന്നെയാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കൊൽക്കത്ത നഗരത്തിൽ അരങ്ങേറിയത്. പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു. ആദ്യം ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് രംഗത്തിറങ്ങിയതെങ്കിൽ പൊതുവിൽ ജനങ്ങൾ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലത്തെ ചില സംഭവ വികാസങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഡ്യൂറൻ കപ്പ് ടൂർണമെന്റ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൊൽക്കത്തയിലുണ്ടായി. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. ഇന്ന് ഡൽഹിയിലും ഇതുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടാക്കുക. ഒരാൾ മാത്രമാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്, സഞ്ജയ് റോയ്. സഞ്ജയ് റോയ്ക്ക് മാത്രമല്ല ഇതിൽ പങ്കെന്നും നിരവധി പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുമാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. വലിയൊരു കൂട്ടബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. ക്രൂരമായ നിഷ്ഠൂരമായ ഒരു ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. അതിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അത് ഉയർത്തിയായിരിക്കും ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുമ്പിലും പ്രതിഷേധം തുടരുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൊണ്ടുപിടിച്ച് ചൂടോടെ അരങ്ങേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് എന്നൊരു വിമർശനമാണ് JP നഡ്ഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടെ കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് എങ്കിൽ ഇപ്പോൾ അത് സുപ്രീം കോടതി ഏറ്റെടുക്കുന്നു. സുപ്രീം കോടതി സ്വമേധയാ ഈ കേസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നാളെ ഈ വിഷയം പരിഗണിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് വിഷയം പരിഗണിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാർ മമതാ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുൻ പ്രിൻസിപ്പാളായ സന്ദീപ് ഘോഷിനെ 3 തവണ CBI വിളിച്ച് ചോദ്യം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നൊരു ആവശ്യവും പ്രക്ഷോഭകാരികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുപോലെ സുവി, കേന്ദ്രത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? സ്വാഭാവികമായും കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് ക്രമസമാധാന നില വഷളാകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും മറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മണിക്കൂറുകൾക്കിടയിൽ ഈ 2 മണിക്കൂറുകൾ കൂടുമ്പോഴും ക്രമസമാധാന നില സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾ റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് കൽക്കത്ത സർക്കാർ മാത്രമല്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം രാജ്യമുമ്പാകെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയ. സുവി, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി എടുത്തു പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമാണ്.